പാസ്റ്റർ ബിജി അഞ്ചൽ അവറുകൾ കടന്നു വന്നിട്ടുണ്ട്. आज की रात इस प्रार्थना सभा के अंदर वचन की सेवकाई करने के लिए प्रभु के दास पास्टर विजय अंचल हमारे साथ में जुड़े हुए हैं. ആമേൻ. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വഴിയിൽ അധ്വാനിക്കുന്ന ഈ ബഹുമാന്യ കർത്തൃദാസൻ നമ്മുടെ നടുവിലായിരിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. और काफ़ी लंबे साल से प्रभु की सेवकाई में रहने वाले प्रभु के दास आज हमारे बीच में जुड़े हुए हैं. उस बात के लिए मैं दिल से आनंदित हूँ. ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ആമേൻ പ്രവർത്തിക്കുവാൻ അനേകം വേദികൾ അവസരങ്ങൾ ലഭിച്ചു. और काफ़ी लंबे सालों से कई स्थानों में मिलकर सेवा करने के लिए प्रभु ने अवसर प्रदान किया. വളരെ ശക്തമായി ഈ തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രവചന ദൂതുകൾ അറിയിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന പ്രവാചകൻ ബിജി അഞ്ചൽ അവറുകൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. और वर्तमान पीढ़ी को सामर्थ्य के साथ में प्रभु की आत्मा में नबूवत करने के लिए प्रभु के द्वारा नियुक्त किए गए परमेश्वर के दास प्रभु के दास विजय अंचल को हम स्वागत करते हैं सेवकाई के लिए. ആമേൻ. ഓവർ ടു പാസ്റ്റർ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ദൈവനാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. और इस अनुग्रहित रात्रि सभा में प्रभु यीशु मसीह के नाम में हम आप सभी का स्वागत करते हैं. കർത്താവിന്റെ ദാസൻ പ്രിയ ഫിലിപ്പ് പാസ്റ്റർ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ പരിചയവും അടുപ്പവുമുള്ള വളരെ സ്നേഹമുള്ള ആത്മീക സൗഹൃദമുള്ള കർത്താവിന്റെ ദാസന്മാർ, और प्रभु के दास पास्टर फिनी स्टीफन और इस सभा में जुड़े हुए अन्य बहुत सारे सुपरिचित करीबी मित्रता रखने वाले प्रभु के दास दासी लोग, സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ആദരവോടെ വന്ദനം ചെയ്യും. और आज जितने लोग जुड़े हैं आप सभी को प्रभु यीशु मसीह के नाम में हम स्वागत करते हैं, सलाम मैं कहता हूँ. എല്ലാവരുടെയും പേര് പറഞ്ഞ് വന്ദനം ചെയ്യാൻ ആഗ്രഹമില്ല എന്നല്ല, പക്ഷെ നമുക്ക് സമയപരിധിയുണ്ട്. और ऐसा नहीं कि मैं आपका नाम लेना नहीं चाहता, लेकिन समय सीमा है इसलिए मैं आगे बढ़ रहा हूँ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. और आज रात मिलकर सभा में शरीक होने का अवसर प्रभु दे रहा है, दिल आनंदित है. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള എന്റെ പ്രാർത്ഥനകളിൽ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ഒരു ആലോചന പങ്കുവച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. और आज रात के सभा के संदर्भ में परमेश्वर ने प्रार्थना के लिए जो प्रकाशन मुझे प्रदान किया वो आपके बीच में बांटकर प्रार्थना में मैं आगे बढ़ना चाहूँगा. ഈ രാത്രിയിലത്തെ നമ്മുടെ ചിന്തകൾ ഗലാത്യ ലേഖനത്തെ ആധാരമാക്കിയിട്ടാണ് നാം നടത്താൻ ആഗ്രഹിക്കുന്നത്. हम वचन में से गलातियों की पत्री पर आधारित होकर कुछ बातों को हम मिलकर सीखेंगे. ഗലാത്യ ലേഖനത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്ന ആത്മാവും ജഡവും എന്ന ഒരു വിഷയത്തെ കുറിച്ചല്ല ഇന്ന് രാത്രി നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. और गलातियों की पत्री में आम रीति से आत्मा और शरीर ये दोनों विषयों को जोर देकर सिखाया जाता है, लेकिन आज रात में उस ओर नहीं जाना चाहूँगा. അത് അപ്രധാനമായ ഒരു ദൂതായതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. और वह कम महत्व वाला संदेश है, इसलिए संदेश नहीं है इसलिए मैंने ऐसा नहीं कहा. ഈ രാത്രി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഏറെ പേരും കർത്താവിന്റെ വയൽപ്രദേശത്തെ അധ്വാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നൊരു ചിന്ത എന്നെ നല്ലതുപോലെ ഭരിക്കുന്നുണ്ട്. और मैं इस बात को भली भांति जानता हूँ, आज रात को जितने लोग इस सभा में जुड़े हुए हैं आप में से अधिकांश लोग प्रभु की सेवकाई को गंभीरता के साथ में लेने वाले प्रभु के दास दासी लोग हैं. ഗലാത്യ ലേഖനത്തിലെ ആലോചനകളിൽ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായെ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു തലം കർത്തൃവേലയിലായിരിക്കുന്ന ഒരു ദൈവദാസന്റെ മേൽ, ഒരു ദൈവദാസിയുടെ മേൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. और आज रात गलातियों की पत्री पर आधारित होकर पौलुस प्रेरित के द्वारा लिखे गए प्रकाशनों में से उन बातों को जो कि एक प्रभु की सेवा करने वाले एक प्रभु के दास और प्रभु की दासी के जीवन में जो विशेष बातें होनी चाहिए, पाई जानी चाहिए, उन बातों के बारे में हम मिलकर इस पत्री में से सीखने जा रहे हैं. ഒരു അഭിഷിക്ത പദവിയിൽ നിൽക്കുന്ന ഒരാളുടെ മേൽ ഉണ്ടാകേണ്ട ദർശനം, एक व्यक्ति जो अभिषेक के उस पद पर कायम रहना है उसके जीवन में पाया जाने वाला दर्शन,
അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിക്കേണ്ടുന്ന ഒരു ധൈര്യം, ഒരു കാഴ്ചപ്പാട്, और उसके ऊपर प्रबल होने वाला एक हिम्मत या एक प्रकाश, വിട്ടുവീഴ്ച ചെയ്യാൻ, ദൈവഹിതമല്ലാത്ത ഒരു കാര്യത്തിലേക്കും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു മനസ്സ്, एक ऐसा मन जो समझौता करने के लिए तैयार नहीं है, परमेश्वर की इच्छा से बाहर कदम रखने को तैयार न रहने वाला एक मन। ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹായിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. और ये सारी बातें गलातियों की पत्री में पौलुस प्रेरित के द्वारा पवित्र आत्मा हमसे बातचीत करता है। ഗലാത്യ ലേഖനത്തിൽ വിശ്വാസം, വാഗ്ദത്തം, അവകാശം എന്ന വളരെ പ്രധാനപ്പെട്ട പദങ്ങൾ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നുണ്ട്. और गलातियों की पत्री के अंदर विश्वास, अधिकार, मीरास, ऐसे कई पदों को हम देखते हैं। നമ്മൾ അതിലേക്ക് ഒന്നും അങ്ങോട്ട് പോകാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മൾ ആ വചനത്തെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. और आज रात उन किसी पदों में न जाते हुए जो बातें मैंने आरंभ में कही, उन्हीं बातों की उसी दिशा में मैं आगे बढ़ना चाहूंगा। ഗലാത്യ ലേഖനം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ അത്ഭുതകരമായ വീണ്ടെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് എന്നൊരു പദപ്രയോഗമുണ്ട്. और गलातियों की पत्री के आरंभिक भागों में भी हम देख पाते हैं कि यीशु मसीह के लहू के द्वारा मुझे और आपको छुड़ाए जाने का प्रधान लक्ष्य या प्राथमिक लक्ष्य वो हम वहाँ देखते हैं कि वर्तमान बुरे संसार से छुड़ाने के लिए, ऐसा पद हम उसके चौथे पद में देख पाते हैं। ഇപ്പോഴത്തെ ദുഷ്ടലോകം, അതിനെക്കുറിച്ചാണ് ഈ രാത്രി നമുക്ക് ധ്യാനിക്കാനുള്ളത്. वर्तमान बुरा संसार, इस विषय को मैं आज रात आपके बीच में रखना चाहूंगा। അതിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് കൂടെയാണ് യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കിയത്. और उसमें से हमें छुड़ाने के लिए भी यीशु मसीह ने अपने लहू के द्वारा मुझे और आपको स्वतंत्र किया। ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്ന് പരിശുദ്ധാത്മാവ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. ആ ദുഷ്ടലോകം എന്ന് പറയുന്ന ആ ടൈറ്റിലിന്റെ താഴെ എന്തെല്ലാം വരുന്നുണ്ട്. और जब यहाँ पर वर्तमान बुरा संसार ये पद इस्तेमाल में लिया गया है, तो इस पद के अंदर कौन कौन सी बातें वहां पर आ रही हैं? നമ്മൾ ഒരു പക്ഷേ ഏറെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഗലാത്യ ലേഖനത്തിൽ വളരെ പ്രധാനമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നു. और बहुतेरे बार ऐसे कई बातें जो हम नजरअंदाज कर देते हैं, ऐसी बातों को प्रमुखता के साथ में पवित्र आत्मा इस पत्री में उठाकर कहता है। നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഈ മീറ്റിംഗിന്റെ ഒക്കെ ലക്ഷ്യം ഒരു അഭിഷേകത്തിന്റെ കരുത്തിൽ ഒരു കൂട്ടം എഴുന്നേൽക്കുക എന്നത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. और हमारे इन सभाओं के पीछे का लक्ष्य क्या है? अभिषेक में चलने वाले, अभिषेक की सामर्थ पर विश्वास करने वाला एक समूह उठ खड़ा होना है, यह है हमारा लक्ष्य। പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സഹായത്തോടെ വിജയിച്ച ഒരു ശുശ്രൂഷകൻ, വിജയിച്ച ഒരു ഭക്തൻ, വിജയിച്ച ഒരു പ്രാർത്ഥനാക്കാരൻ, വിജയിച്ച ഒരു പോരാളി, ഈ നിലകളിലൊക്കെ നിൽക്കുന്ന ദൈവദാസനാണ് പൗലോസ്. और पवित्र आत्मा की सहायता से प्रार्थना के क्षेत्र में, सेवकाई के क्षेत्र में, मध्यस्थता के क्षेत्र में जय को हासिल कर कर चुनौतियों के सम्मुख अडिगता के साथ में खड़ा रहने वाला एक प्रभु का दास है पौलुस। ശുശ്രൂഷയിൽ തിളങ്ങി ജീവിതത്തിൽ തോറ്റുപോയ ഒരാളല്ല. सेवकाई में बहुत उन्नत स्थान पर, लेकिन व्यक्तिगत जीवन में पराजय में रहने वाला व्यक्ति नहीं था पौलुस। ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയിട്ട് ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാതെ പോയ ഒരു മനുഷ്യനല്ല. जीवन में बहुत सारी बातों को हासिल करने के बाद में सेवकाई में पराजय को अनुभव किया हुआ एक व्यक्ति नहीं था पौलुस। ഒരുപാട് പ്രാർത്ഥിച്ചെങ്കിലും ആത്മയുദ്ധം എന്ന് പറഞ്ഞ മേഖലയിൽ
തകർന്നടിഞ്ഞ ഒരു ദൈവദാസനല്ല അദ്ദേഹം. बहुत प्रार्थना में समय व्यतीत किया, लेकिन आत्मिक युद्ध के क्षेत्र में पराजय को सहन किया हुआ एक व्यक्ति नहीं था पौलुस। യേശുക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ജയോത്സവമായി നടക്കാൻ ദൈവം കൃപ കൊടുത്തൊരു അഭിഷിക്തനാണ്. यीशु मसीह में सदैव जय के उत्सव में चलने का अनुग्रह पाया हुआ एक व्यक्ति था पौलुस। ഇങ്ങനെ ഒരു കൂട്ടത്തിനകത്താണ് പരിശുദ്ധാത്മാവ് നമ്മളെയും പെടുത്താൻ ആഗ്രഹിക്കുന്നത്. और प्रियो, ऐसे एक समूह के मध्य में पवित्र आत्मा मुझे और आपको भी खड़ा करना चाहता है। അനുഗ്രഹിതമായ ഒരു ശുശ്രൂഷ, एक अनुग्रहित सेवा, ശക്തമായ ആത്മയുദ്ധം, एक सामर्थी आत्मिक युद्ध, അചഞ്ചലമായ വിശ്വാസം, अडिग विश्वास, വിജയകരമായ ഒരു ജീവിതം, एक जयवन जीवन, അനുഗ്രഹിതമായ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാനുള്ള ആർജവം, एक आशीषित पीढ़ी को खड़ा करने का उत्साह। ഇങ്ങനെ ഒരു പകർച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇടാൻ ആഗ്രഹിക്കുന്നു. और ऐसा एक स्तर पवित्र आत्मा मेरे और आपके ऊपर आज रात उंडेलना चाहता है। കേവലം കൃപാവരങ്ങളുടെ മാത്രം പകർച്ചയിലേക്ക് നമ്മളെ നീക്കാനല്ല, അത് മാത്രമല്ല ദൈവാത്മാവിന്റെ ലക്ഷ്യം. തികവുള്ള ഒരു ആത്മതല നമ്മുടെ മേൽ പകരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. प्रियो, केवल वरदानों को हमारे ऊपर उंडेलना मात्र नहीं, लेकिन एक परिपूर्णता वाले स्तर के अंदर हमें स्थापित करना है पवित्र आत्मा का प्राथमिक लक्ष्य। ദൈവമക്കളെ, ദൈവദാസന്മാരെ, ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദീർഘമായ കാലങ്ങൾ മുൻപോട്ട് നോക്കി വലയെറിഞ്ഞ് ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന വലിയ ശുശ്രൂഷകൾ ദേശത്ത് സംഭവിക്കാൻ പോകുകയാണ്. प्रियो, आज रात आत्मा में मैं नबूवत करना चाहूंगा, एक दीर्घ दृष्टि के साथ में जाल को गहराई में फेंककर एक पीढ़ी को स्थापित करने वाली सेवका इस देश में प्रकट होने जा रही है। ഈ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. और यीशु मसीह पतरस से कहता है, तू गहराई में जाल को तू फेंक। ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച്, ദൈവ വിളിയിലേക്ക് കയറി വരുന്ന ഒരു അഭിഷിക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഴത്തിലേക്ക് നീക്കി വലയെറിയുന്നത് എങ്ങനെയാ? ദീർഘമായ വർഷങ്ങൾക്കപ്പുറത്തേക്ക് നോക്കി ഒരു ജനറേഷനെ പിടിച്ചെടുക്കാനുള്ള ഒരു ആത്മീക വലയാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്നത്. एक सेवक के संदर्भ में, अभिषेक में कार्य करने वाले अगुए के संदर्भ में गहराई में जाल डालने से तात्पर्य है एक दीर्घ दृष्टि के साथ में आने वाले समयों के लिए एक पीढ़ी को खड़ा करने का एक इच्छा, एक एहसास जीवन में प्रकट होना परमेश्वर चाहता है। പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവഭൃത്യന്മാർ തയ്യാറായിക്കൊള്ളുക. അങ്ങനെ ഒരു ആത്മാവിന്റെ പുതപ്പ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇടാൻ ആഗ്രഹിക്കുന്നു. और पवित्र आत्मा की अगुवाई में आज रात को मैं कहना चाहूंगा, सेवकों, अगुओं, आप तैयार हो जाए। इस प्रकार का एक आच्छादन पवित्र आत्मा आज रात कईयों के ऊपर डालना चाहता है। ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ഒരു പ്രാർത്ഥനാക്കാരനായ പ്രവാചകൻ നടന്നു പോയാൽ വയലിൽ ഉഴുതുമറിക്കുന്ന ഒരു തലമുറ വീണ്ടും വയലിൽ ഉഴുതുമറിക്കത്തില്ല. और प्रियो, परमेश्वर के मन को जानकर यदि एक नबी एक क्षेत्र से होकर गुजरेगा, तो एक जवान जो वहां पर हल जोत रहा है पुनः उसी कार्य को फिर दोबारा करता नहीं रहेगा। എലീശ ഒരുപാട് ദിവസങ്ങൾ ഒരു പക്ഷേ വയലിൽ ഉഴുതുമറിക്കുന്നവനായിരിക്കും. और एलीशा हो सकता है लंबे समय से खेत में हल जोतने वाला एक व्यक्ति होगा। പ്രാർത്ഥനയുടെ ഭാരം ചുമക്കുന്ന ഏലിയാവ് ആ വരമ്പിലൂടെ പോകുന്ന അന്ന് വരെ എലീശ വയലിൽ ഉഴുതുമറിക്കത്തുള്ളൂ. आप देखिए, प्रार्थना का बोझ रखने वाला एलिया जब तक उस मार्ग से होकर नहीं गुजरेगा, तब तक एलीशा हल जोतता रहेगा। പ്രാർത്ഥനാക്കാരനായ പ്രവാചകനായ സാമുവൽ ഇശായിയുടെ ഭവനത്തിൽ ചെന്ന് കയറുന്നത് വരെ ദാവീദ് വനത്തിൽ അലയത്തുള്ളൂ.
आप देखिए, प्रार्थना करने वाला परमेश्वर का नबी शमूएल जब तक यिशै के घर में नहीं पहुंचेगा तब तक दाऊद जंगल में भटकता फिरेगा। അത് സംഭവിച്ചാൽ പിന്നെ നടക്കുന്ന എന്താ? ദൈവം കണ്ട തലമുറ ദൈവ വിളിയിലേക്ക് തിരിഞ്ഞു വരികയാണ്. और प्रियो, जब ये घटना होती है उसके बाद में क्या होता है? जिस पीढ़ी पर परमेश्वर की दृष्टि लगी होती है वह पीढ़ी परमेश्वर की उस बुलाहट में पुनः कदम रख बैठती है। അപ്പൊ ദൈവ തെരഞ്ഞെടുപ്പുള്ള ശക്തന്മാർ ഇന്നും വയലുകളിലാണ്. और प्रियो, हम क्या कहना चाह रहे हैं? ऐसे बहुत तेरे लोग जिनके ऊपर प्रभु का चुनाव पड़ा है आज खेतों में हल जोत रहे हैं। ദൈവിക തെരഞ്ഞെടുപ്പുള്ള തലമുറകൾ ഇന്ന് വനത്തിലാണ്. परमेश्वर की बुलाहट पाए हुए बहुत तेरे लोग आज जंगलों में हैं। അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദീർഘവർഷങ്ങൾക്കപ്പുറത്തേക്ക് ആമേൻ പ്രവചന ദൃഷ്ടിയിൽ നോക്കി വലയെറിയുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തിരയുന്നു. और इसीलिए मैं कह रहा हूं प्रियो, एक लंबे दृष्टिकोण के साथ में जाल को फेंकने वाली एक पीढ़ी को पवित्र आत्मा रात को ढूंढ रहा है। ഈ രാത്രിയിൽ അങ്ങനെ ഒരു ആത്മ പകർച്ചയ്ക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നത്. और आज रात को उस रीति के एक आत्मिक उंडेले जाने के लिए पवित्र आत्मा मुझे और आपको आमंत्रित कर रहा है। അത് സംഭവിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ യേശുക്രിസ്തുവിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടു എന്ന വെളിപ്പാടിൽ ആ മേഖലകളെ ജയിക്കാൻ അഭിഷിക്തന്മാർ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. और प्रियो, यदि ऐसा होना है तो वर्तमान बुरे संसार से यीशु मसीह के लहू के द्वारा हमें छुटकारा प्रदान कर दिया गया है, उस प्रकाशन को गहराई से मुझे और आपको समझना अनिवार्य है। ഗലാത്യ ലേഖനത്തിലെ ദൂതുകൾ എങ്ങനെ തുടങ്ങുന്നു നോക്കി. പൗലോസ് പരിശുദ്ധാത്മാവിൽ അവരോട് പറയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ സുവിശേഷത്തെ സ്വീകരിച്ചവരാണ്, എന്നാൽ ആ സുവിശേഷത്തിൽ നിന്ന് നിങ്ങളെ മറിച്ചു കളയാൻ ചിലർ നിങ്ങളുടെ അരികിൽ വന്നു എന്ന് നിങ്ങൾ അറിയണം. आप देखिए यहां पर पौलुस किस रीति से उन पदभागों को लिखता है। तुमने आनंद के साथ में सुसमाचार को ग्रहण तो किया था, लेकिन उस सच्चाई से तुम्हें भटकाने के लिए कुछ लोग तुम्हारे बीच में आ मिले। അതിന്റെ ശരിയായ പദം നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നു എന്നാ പൗലോസ് പറഞ്ഞത്. और वहां पर पौलुस लिख रहा है कि तुम और ही प्रकार के सुसमाचार की ओर झुकने लगे। എന്നിട്ട് അതിന്റെ വിശദീകരണം അദ്ദേഹം അവിടെ തന്നെ പറയുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞാൽ ചിലർ നിങ്ങളെ കലക്കി. और हम वहां पर उसके 7वें पद में देखते हैं, दूसरा समाचार है ही नहीं, पर बात यह है कि कितने ऐसे हैं जो तुम्हें घबरा देते हैं और मसीह के सुसमाचार को बिगाड़ना चाहते हैं। അപ്പൊ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച ദർശനത്തിൽ ഒരുവന് തുടരാൻ കഴിയാത്ത തരത്തിൽ അവനെ കലക്കുന്ന, അവന് ചിന്താക്കുഴപ്പമിടുന്ന ഒരു കൂട്ടർ ഈ ആത്മതലത്തിലുണ്ട്. आप देखिए, परमेश्वर के द्वारा प्रदान किए गए उस प्रकाशन या उस बुलाहट में से भटकाने के लिए एक समूह वहां पर क्रियाशील है। രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുന്നത് പ്രമാണിമാർ. और दूसरी बात देखते हैं, कुछ अधिकारी लोगों के बारे में कहा गया है। എന്താ പ്രമാണിമാർ എന്ന് പൗലോസ് പറഞ്ഞത് ഞാൻ അവരിൽ നിന്ന് ഒന്നും ഗ്രഹിച്ചിട്ടില്ല. और पौलुस कह रहा है कि वे जो अपने आप को बड़ा बनाते उनसे मैंने कुछ नहीं लिया, ഞാൻ അവരിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല, मैंने उनसे कुछ सीखा भी नहीं। എന്നിൽ സംഭവിച്ചതെല്ലാം കർത്താവിന്റെ വെളിപ്പാടിൽ സംഭവിച്ച കാര്യമാണ്. और मुझ में जो कुछ भी हुआ वो मसीह के प्रकाशन ही के द्वारा हुआ। അപ്പൊ കർത്താവ് നൽകുന്ന വെളിപ്പാടുകൾക്കനുസരിച്ച് ഒരു അഭിഷിക്തന് സഞ്ചരിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മേഖല ഏതാ? അതാ പ്രമാണിമാർ. और प्रियो, तो मसीह के प्रकाशन के अनुरूप मैं और आप आगे न बढ़ पाए और हमें रोकने वाला एक स्तर है, उन लोगों का स्तर जो अपने आप को बड़ा बनाते हैं और हर बात पे दखलंदाजी करते रहते हैं। മൂന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, और तीसरी बात जो पौलुस कहता है, ക്രിസ്തുവിലുള്ള എന്റെ സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കാൻ വരുന്ന
കള്ള സഹോദരന്മാർ. और मसीह में जो स्वतंत्रता मेरे पास में मुझे मिली है, उसमें से मुझे हटाने के लिए मेरे पास आने वाले झूठे अन्य मनुष्य लोग. അതുകൊണ്ടാണ് ആദ്യം ആ ദൂത് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ പിന്നീട് പറയുന്നത്, യേശുക്രിസ്തു സ്വാതന്ത്ര്യത്തിനായി നമ്മളെ സ്വതന്ത്രമാക്കി, ഇനി നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. और इसीलिए पौलुस उस पद को बाद में वापस दोहराता है, मसीह ने स्वतंत्रता के लिए हमें स्वतंत्र किया है, अब फिर से दासत्व के जुए में न जुतना. സാധാരണഗതിയിൽ നമ്മൾ അടിമനുഖം എന്നതിനെ നമ്മൾ വിശദീകരിക്കുന്നത് നിയമം, ന്യായപ്രമാണം, അതിന്റെ പ്രവർത്തികൾ എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും അതിനെ ശ്രദ്ധിക്കുന്നത്. और आमतौर में दासत्व का जुआ हम उसे व्यवस्था के साथ में, नियमावली के साथ में, उन बातों के साथ में हम उसे जोड़कर देखते हैं. ദൈവമക്കളെ, ദൈവദാസന്മാരെ, അതിശക്തമായ വിളിയും നിയോഗവുമുള്ള എത്രയോ അഭിഷിക്തന്മാർ ഈ ഭൂമിയിലുണ്ട്. प्रियो, ऐसे कितने कितने अभिषिक्त लोग आज इस संसार में है, जिनके ऊपर एक गहरी बुलाहट पड़ी हुई है, अभिषेक की एक सामर्थ्य सेवा उनके पास में है. അവരിലുള്ള വിളിയുടെ മഹത്വത്തിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ കഴിയാതെ അവരെ കുടുക്കി വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അടിമനുഖത്തിൽ ഒന്നാണ് ഈ ഗലാത്യ ലേഖനം പറയുന്ന കള്ള സഹോദരന്മാർ. और प्रियो, उनके अंदर जो बुलाहट है, जो गहरी सेवा पड़ी है, उसमें उनको प्रवेश न करवाकर अन्य बातों में उलझाने वाले, अन्य दासत्व के जुए में उन्हें फंसाने वाली बात है जो हम यहां पर देखते हैं, झूठे मित्र लोग. ശരിക്കും പൗലോസ്ലീഹ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് നായ്ക്കളെ സൂക്ഷിപ്പിൻ. और फिलिपियों की पत्री में हम देखते हैं पौलुस बहुत ही खुले तरीके से इन बातों को कहता है. वो कहता है कि कुत्तों से सावधान रहो, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, और खतरा रहित लोगों से, खतना करने वालों से तुम सावधान रहो, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. और ऐसे सेवक लोग जो बुरे कामों में लगे रहते, उनको से सावधान रहो. നോക്കൂ, നമ്മൾ ഒരു ലേഖനം എഴുതിയാൽ ഞാനോ സന്തോഷ് പാസ്റ്ററോ നമ്മൾ എഴുതുവോ? ഇത് എഴുതത്തില്ല. और प्रियो, यदि मैं और आप अगर कोई पत्री लिखे, तो क्या इतनी सख्ती से इन बातों को हम लिखेंगे? क्या नहीं लिखेंगे. അപ്പൊ സുവിശേഷത്തിന്റെ ദർശനം, വിളിയുടെ മഹത്വം അത്ഭുതകരമായി തിരിച്ചറിഞ്ഞ ഒരു ദൈവദാസനിലൂടെയാണ് പരിശുദ്ധാത്മാവ് എഴുതിച്ചത്. और प्रियो, सुसमाचार का दर्शन अपनी बुलाहट के बारे में एक व्यक्त प्रकटीकरण पाए हुए प्रभु के दास के द्वारा इन बातों को लिखवाया गया. അപ്പൊ ദൈവവിളിയുടെ മഹത്വത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം നമ്മളെ എവിടെയോ അകാരണമായി ഭയപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ ദുഷ്ടലോകം എന്ന ടൈറ്റിലിന്റെ കീഴിൽ വരുന്ന ഈ മേഖലകളെ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ കീഴടക്കുകയും ജയിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറായാലേ അനുഗ്രഹീതമായ അഭിഷേകമുള്ള തിമോത്തിയോസുമാര് പൊങ്ങി വരത്തുള്ളൂ. प्रियो, मेरे और आपके जीवन में जो बुलाहट प्रभु के द्वारा डाली गई है, उस बुलाहट की पूर्णता में हमें न पहुंचाते हुए ये जो वर्तमान बुरे संसार के अधीनता में जो दासत्व का जुआ है, ये बातें जो हमें उलझा रही है, जब तक हम उनमें से बाहर नहीं निकलेंगे और उनको हम ध्वस्त नहीं करेंगे, हमारे द्वारा जिन तिमोथियुसों को परमेश्वर खड़ा करना चाहता है, वे खड़े नहीं हो पाएंगे. പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും പോരാടുന്ന എപ്പഫ്രാസുമാരെ പൗലോസ് എഴുന്നേൽപ്പിച്ചില്ലേ? आप देखिए, प्रार्थना में हमेशा मल्ल युद्ध करने वाले इपफ्रास जैसे लोगों को पौलुस ने खड़ा कर दिया. ഒരു യുദ്ധ സമാനമായ പ്രാർത്ഥനാ വീരനായ എപ്പഫ്രാസിനെ എഴുന്നേൽപ്പിക്കാൻ ഈ ദൈവദാസന് കഴിഞ്ഞു. आप देखिए, प्रार्थना में मल्ल युद्ध करने वाले इपफ्रास नामक एक जवान को खड़ा करने के लिए इस प्रभु के दास को प्रभु ने अनुग्रह दिया. ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറയുന്ന, അവൻ തുല്യ ചിത്തനെന്ന് പറയുന്ന ഒരു തിമോത്തിയോസിനെ പൗലോസിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞു. और मसीह में जो मेरा विचार है वह तुम्हें सिखा सकता है. मेरे समान समतुल्य मानसिकता रखने वाले एक तिमोथियुस को खड़ा करने के लिए प्रभु ने इस अभिषिक्त को मदद की. അപ്പൊ അതിശക്തമായ
വ്യത്യസ്തമായ ദർശനത്തെ ചുമക്കുന്ന ഒരു തലമുറ അപ്പുറത്ത് നിൽക്കുന്നു അഭിഷിക്തന്മാരെ. और प्रियो, एक सामर्थ की सेवकाई को आगे लेकर जाने के लिए एक पीढ़ी उस ओर तैयार खड़ी हुई है. ഇതിനകത്ത് പലരോടും പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെ ഒരു അത്ഭുതകരമായ നിയോഗത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ തിരിക്കുകയാണ്. आज रात परमेश्वर का आत्मा आप में से कईयों से नबूवत कर रहा है कि आप में से कईयों को उस दर की ओर पवित्र आत्मा आज रात को मोड़ रहा है. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ദമസ്കസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികയാണ്. और पौलुस उसके लिए क्या कह रहा है? दमिश्क मेरे जीवन का एक महत्वपूर्ण स्थान है. ദമസ്കസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ജാതികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന്, യേശുക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്താൻ സ്വർഗം പ്രസാദിച്ചിരിക്കുന്നു എന്ന വെളിപ്പാട് പ്രാപിച്ച ഇടമാണ് ദമസ്കസ്. और दमिश्क कौन सा स्थान है? वह स्थान जहां पर अन्य जातियों के सम्मुख यीशु मसीह कौन है इस बात को प्रकट करने के लिए स्वर्ग ने यीशु मसीह का एक प्रकटीकरण पौलुस के जीवन के अंदर प्रदान किया. वह स्थान है दमिश्क का स्थान. അപ്പൊ സുവിശേഷം എന്ന് പറയുന്ന അത്ഭുതകരമായ ആ വാർത്തയുടെ ആഴം പൗലോസിന് മനസ്സിലായത് അങ്ങനെ. പൗലോസിന് മനസ്സിലായത് ക്രിസ്തു ആരാണ്, ക്രിസ്തു എന്താണ്, ക്രിസ്തു എങ്ങനെയാണ്. ഇത് ജാതികൾ എങ്ങനെ അറിയും? ജാതികൾ എന്നിൽ ക്രിസ്തു പ്രദർശിപ്പിക്കപ്പെടും എന്നൊരു വെളിപ്പാടിലേക്ക് പൗലോസ് മാറി. और सुसमाचार के उन गहरे प्रकाशनों को पौलुस ने कैसे पाया? जब उसने इस बात को समझ लिया कि मसीह कौन है और मसीह ने मुझ में क्या काम किया है और अन्य जातियों के सम्मुख मसीह की महिमा का प्रकटीकरण मेरे व्यक्तिगत जीवन के उस प्रकाशन के द्वारा प्रकट होगा, इस बात को गहराई से पौलुस ने उस मुलाकात में समझ लिया. ശരിക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എന്റെ സമാധാനത്തെ നിങ്ങൾക്ക് തരുന്ന. और आप देखिए यूहन्ना रचित सुसमाचार में प्रभु यीशु मसीह अपने चेलों से जो कहता है, मैं अपनी शांति तुम्हें दिए जाता हूं. അപ്പൊ എന്റെ സമാധാനം എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകൾക്ക് എത്ര ആഴമായ അർത്ഥം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. आप देखिए, मैं अपनी शांति, उस पद की गहराई यूहन्ना के सुसमाचार में हम पाते हैं. യഹൂദ മതശക്തികൾ എതിരായി, यहूदा मतावलंबी उसके विरोध आ गए. അധികാരങ്ങൾ ഉന്നയിക്കുന്നു, अधिकारियों उसके खिलाफ आ गए. ലോകത്തിന്റെ പ്രഭു വരുന്നു, संसार का अधिकारी आ रहा है. കൂടെ നിൽക്കുന്നവർ തള്ളിപ്പറയാനും ഒറ്റിക്കൊടുക്കാനും ഒരുക്കപ്പെടുന്നു. और उसके साथ वाले लोग उसका इनकार करने के लिए, उसे पकड़वाने के लिए तैयार हो रहे. അനുകൂലമായ ഒരു സാഹചര്യവുമില്ല. और कहीं भी अनुकूल माहौल नहीं है. അപ്പൊ എന്താ സമാധാനം? ऐसे समय में कौन सी शांति? എല്ലാവരും എന്നെ കൈവിടും, എന്നാൽ എന്റെ പിതാവ് എന്നെ കൈവിടത്തില്ല. सब मेरा हाथ छोड़ देंगे, लेकिन मेरा पिता मेरा हाथ नहीं छोड़ेगा. എന്നെ അയച്ചവൻ, എന്നെ നിയമിച്ചവൻ, എന്റെ മേൽ ആത്മാവിനെ പകർന്നവൻ, എനിക്കൊരു നിയോഗം തന്നവൻ, ആ നിലയിലുള്ള വെളിപ്പാടാണ് യേശു കർത്താവിന്റെ ഒരു വാഗ്ദത്തം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. और प्रियो, यीशु मसीह के उस पदों के अंदर मैं अपनी शांति, कहां से? मेरा पिता मेरे साथ में है, जिसने मुझे बुलाया वो मेरे साथ में है, जिसने मुझे नियुक्त किया वह मेरे साथ में है. चाहे सब हाथ छोड़ दे, लेकिन वो हाथ नहीं छोड़ेगा. वो गहरा विश्वास और भरोसा है उसकी शांति. നമ്മിലേക്ക് പകർന്നിരിക്കുന്ന അതിശക്തമായ അഭിഷേകം ജ്വലിക്കണമെങ്കിൽ അത് ദൈവിക സമാധാനം എന്ന് പറഞ്ഞ
ഫൗണ്ടേഷനിലാണ് അത് ജ്വലിക്കാൻ പോകുന്നത്. और प्रियो मेरे और आपके ऊपर उंडेले गए अभिषेक प्रज्वलित होना है, तो वह प्रभु की जो शांति जो हम में दी गई है उस नींव पर वह आधारित होना जरूरी है. അപ്പൊ വിളിയുള്ളവരും പദ്ധതിയുള്ളവരും വാഗ്ദത്തമുള്ളവരും നിയോഗമുള്ളവരും അടച്ചിട്ട മുറിക്കകത്ത് ഒതുങ്ങുമ്പോഴും ക്രിസ്തുവിനെ വെളിപ്പെട്ടപ്പോൾ പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് സമാധാനം. आप देखिए, बुलाहट पाए हुए लोग, वरदान पाए हुए लोग, सामर्थी अभिषिक्त लोग जब एक बंद दरवाजे के अंदर बैठे हुए थे, वहां पर जब यीशु उनके बीच में प्रकट हुआ, यीशु ने क्या कहा? मेरी शांति मैं तुम्हें देता हूं. ആ ഒരു പകർച്ച ശക്തമായി അനുഭവിച്ചു പൗലോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ. और पौलुस नामक वो अभिषिक्त ने अपने जीवन में उस शांति को गहराई से अनुभव किया. അത് സംഭവിച്ചപ്പോഴാണ് സുവിശേഷത്തിന്റെ കാതലായ ദർശനം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വീണപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ പോയില്ല. और हम देखते हैं कि उस सुसमाचार का प्रकाशन जब उसके अंदर उस समय आ गया, तब वो कह रहा है कि मैं मुझसे पहले जो प्रेरित थे मैं उनके पास नहीं गया. ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. और अन्य मनुष्यों से मैंने सलाह नहीं ली. ഞാൻ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. मैं सीधे अरेबिया के रेगिस्तान में गया. ഈ അറേബ്യൻ മരുഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് നിങ്ങളെ നിർബന്ധിച്ചത് എന്താ? और इस मरुभूमि की यात्रा में वो कौन सी बात थी जिसने तुझे बाध्य किया? എന്നിൽ വെളിപ്പെടേണ്ടത് ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തു എന്താണെന്നും ആരാണെന്നും പറഞ്ഞു തരാൻ അപ്പോസ്തലന്മാരായവർക്ക് കഴിയുന്നതിനേക്കാൾ അപ്പുറം എന്നെ നിയമിച്ച ദൈവത്തിനാണ് കഴിയുന്നത് എന്ന തിരിച്ചറിവിലേക്ക് ഒരു ദൈവദാസൻ പോയി. और प्रियो, वहां पर वो कौन सी बात थी जिसने उसे बाध्य किया मरुभूमि की ओर जाने के लिए? मसीह कौन है? मसीह का सामर्थ जो मुझ में प्रकट हो रहा है, उस बात को अन्य प्रेरित लोग या अन्य अभिषिक्त लोग बताने से कहीं अधिक बढ़कर मसीह स्वयं मुझे बता सकता है. वह एक प्रकाशन, वह एक पहचान थी जो उसे मरुभूमि की ओर जाने के लिए बाध्य कर रही थी. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, അതിശക്തമായ വെളിപ്പാടുകളുടെ പകർച്ചയ്ക്ക് വിധേയപ്പെടാൻ ഇതിനകത്തു പലരെയും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വേറിട്ടിരിക്കാൻ വിളിക്കുന്നു. और आज रात को पवित्र आत्मा कह रहा है, कुछ लोगों को गहरा प्रकाशन प्रभु प्रदान करना चाहता है, लेकिन प्रभु चाह रहा है अलग समय निकाल कर इंतजार करने के लिए आज रात तैयार हो जाए. ഇത് മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ല. प्रियो, यह मनुष्य आपको नहीं समझा सकता. ഇത് മനുഷ്യർക്ക് പഠിപ്പിച്ചു തരാൻ കഴിയുന്ന കാര്യമല്ല. मनुष्य आपको सिखा भी नहीं सकता. ഇത് വെളിപ്പാടിനാൽ പ്രാപിക്കുന്ന കാര്യമാണ്. और यह प्रकाशन के द्वारा दिया जाता है. അങ്ങനെ വെളിപ്പാടിനാൽ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്ന അവൻ മണിക്കൂറുകൾ വിളിയുള്ളവന്റെ മേൽ വർദ്ധിക്കണം. और प्रियो, यदि ऐसा पाना है तो जिसके जीवन में बुलाहट है, घंटों अलग से समय निकाल कर प्रभु के सम्मुख समय बिताने के लिए आप तैयार हो जाओ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വിളിയുള്ളവരുടെ പ്രാർത്ഥനാ മേഖലകൾക്കെതിരെ നിൽക്കുന്ന ഒരു മേഘത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശാസിക്കുകയാണ്. और पवित्र आत्मा आज रात को मुझसे कह रहा है, आपके प्रार्थना जीवन के खिलाफ खड़े होने वाले अंधकार के स्तर को आज रात पवित्र आत्मा निरस्त कर रहा है. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എതിരെ നിൽക്കുന്ന കാർമേഘത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗം തകർത്തു കളയുകയാണ്. आज रात आपके प्रार्थना जीवन के विरुद्ध आने वाले उन घटनाओं को पवित्र आत्मा आज रात निरस्त कर रहा है. അതിശക്തമായ പ്രാർത്ഥനയുടെ അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നെന്ന് ദൈവാത്മാ പറയുന്നു. एक सामर्थी प्रार्थना का अभिषेक आज रात यहाँ पर कईयों के ऊपर प्रभु उतार रहा है. ദേശങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ, ऐसी प्रार्थना जो राज्यों ने खो दी, തലമുറകൾക്ക് നഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ, ऐसी प्रार्थना जो पीढ़ियों ने खो दिया, ശുശ്രൂഷകന്മാരുടെ ഇടയിൽ നഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ, सेवकों के बीच में जो प्रार्थना का अनुभव लोगों ने खो दिया,
പ്രവാചകന്മാരുടെ നടുവിൽ നഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ, नबियों ने जिस प्रार्थना जीवन को भुला दिया, ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ട തീയുടെ പ്രാർത്ഥനകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഭിഷിക്ത ഗണത്തിന് മേൽ മടങ്ങി വരുന്നു. और आज रात को कलीसिया में जो अग्नि में प्रार्थना का जीवन कलीसिया ने भुला दिया है, आज रात यीशु मसीह के नाम में वो प्रार्थना का जीवन लौट आने पाए. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ നിൽക്കുന്ന മേഘങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. आज रात आपका प्रार्थना जीवन के खिलाफ खड़े हुए वे सारे रुकावटें यीशु नासरी के नाम से आपको छोड़ रही है. എന്നോട് ദൈവാത്മാവ് പറയുന്നു, അതിശക്തമായി പ്രാർത്ഥനയിൽ പോരാടി നിന്ന പലരുടെയും പ്രാർത്ഥനാ ജീവിതം തണുത്തത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു. आज रात पवित्र आत्मा आपसे कह रहा है, आपका प्रार्थना जीवन जो ठंडा हो गया था, आज रात परमेश्वर का आत्मा वो सामर्थ्य प्रार्थना जीवन आपको पुनः लौटा रहा है. ദർശനങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക്, അവൻ അധികാരത്തിന്റെ പ്രാർത്ഥനകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരിക്കുകയാണ്. आज रात पवित्र आत्मा दर्शन युक्त प्रार्थना में, अधिकार युक्त प्रार्थना के स्तर में आपको पुनः स्थापित कर रहा है. യേശുവിന്റെ നാമത്തിൽ ആ പകർച്ച ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. और यीशु मसीह के नाम में वह स्तर का उंडेला जाना हर एक के जीवन में प्रकट होने पाए. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന അടുത്ത പദപ്രയോഗമാണ്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കാൻ വന്ന കള്ള സഹോദരന്മാർ, എന്നാൽ ഞങ്ങൾ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങി കൊടുത്തില്ല. और हम देखते हैं वहां पर गलातियों की पत्री में वो कहता है, मसीह में जो हमारी स्वतंत्रता थी उसका भेद लेने के लिए आए हुए झूठे मित्र लोग, लेकिन हमने उनको कार्य करने का अवसर प्रदान नहीं किया. ദൈവ പദ്ധതിയിൽ ഇല്ലാത്ത ഒന്നിനും ഒരു നാഴിക പോലും വഴങ്ങാത്ത ഒരാത്മധൈര്യത്തിന്റെ പകർച്ച യേശുവിന്റെ നാമത്തിൽ ആ ദൂതനകത്തുണ്ട്. और प्रियो, उस प्रकाशन के अंदर एक ऐसा आत्मिक परिपक्वता का स्तर है जो परमेश्वर की इच्छा के बाहर की किसी भी मित्रता के सामने झुकने को तैयार नहीं है. നമുക്ക് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങി കൊടുത്തില്ല. और आप देखिए पौलुस क्या कह रहा है, एक पल के लिए भी मैंने उनके साथ में समझौता नहीं किया. അപ്പൊ ദമസ്കസിൽ വെച്ച് എന്റെ ഉള്ളിൽ കത്തിയ ദർശനം, दमिश्क में मेरे अंदर प्रज्वलित हुआ दर्शन, അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഞാൻ സഞ്ചരിച്ചു പോയ അറേബ്യൻ മരുഭൂമി, और उसकी विशालता के लिए अरेबिया का मरुभूमि जहां पर मैं सफर करके गया, വെളിപ്പാടുകളിൽ തന്നെ നിന്നോ? प्रकाशनों में मिला कि, അദ്ദേഹം പറയുന്നു, ഞാൻ വീണ്ടും ദമസ്കസിൽ വന്നു. और वह कहता है कि मैं पुनः दमिश्क में आया. അപ്പൊ നമ്മുടെ വിളിയുമായി ബന്ധപ്പെട്ട, ദർശനവുമായി ബന്ധപ്പെട്ട ഒരാത്മതലത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു വരികയും വെളിപ്പാടിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരാത്മീക അനുഭവം നമ്മുടെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. और प्रियो, मेरे और आपके जीवन में प्रभु के द्वारा जो बुलाहट है, जो आत्मिक प्रज्वलन मेरे और आपके अंदर है, जब तक हम उसमें लौट कर नहीं आएंगे, हम उस स्तर में नहीं पहुंच पाएंगे जहां पर प्रभु की पूर्णता को हम पा सके. അടുത്ത ദൂത് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ വീണ്ടും സിറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. और पौलुस कहता है, मैं सिरिया, किलिकिया और उन द्वीप समूहों की ओर मैं निकल चला. എന്തിനാ സിറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയത്? और क्यों उस सिरिया, किलिकिया, उन द्वीप समूहों की ओर में गया? എന്റെ ആത്മനിയോഗത്തിന്റെ സാക്ഷ്യം കൊണ്ട് ഒരു കൂട്ടത്തെ സ്വാധീനിക്കാൻ ഉള്ള ഒരു സഞ്ചാരമായിരുന്നു എന്റേത്. और मेरे पास में जो आत्मिक दर्शन है, उस आत्मिक दर्शन की गवाही के द्वारा एक पीढ़ी को तैयार करने के लिए इस यात्रा में मैं निकल पड़ा हूं. അവിടെ പൗലോസ് പറഞ്ഞത്, മുമ്പേ നമ്മളെ ഉപദ്രവിച്ചവൻ ഇപ്പോൾ വിശ്വാസത്തെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പലരും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നൊരു വാക്കാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. और गलातियों में हम देखते हैं पौलुस कहता है कि पहले वे लोग जो मेरे विरोध में थे, लेकिन अब प्रभु के इस कार्य को देखकर इस विश्वास का प्रचार कर रहे हैं, ऐसा पौलुस कहता है.
അപ്പോ ദർശന കൈമാറ്റത്തിന്റെ ദമസ്കസ് ഉണ്ട്, വെളിപ്പാട് പ്രാപനത്തിന്റെ മരുഭൂമിയുണ്ട്, സാക്ഷ്യ ജീവിതത്തിന്റെ സിറിയ കിലിക്കിയ ഉണ്ട്. और प्रियो, आपके जीवन की उस बुलाहट के अंदर आपको कदम रखवाने वाला दमिश्क है, आपको प्रकाशनों में स्थापित करने वाला अरेबिया का मरुभूमि है, और आपकी सेवकाई में कईयों को आपके साथ में खड़ा करने वाला, उनके जीवन को प्रभावित करने वाला सिरिया का एक अनुभव भी है. അവിടെ കൊണ്ട് തീർന്നില്ല, അവിടെ കൊണ്ട് തീർന്നില്ല. പൗലോസ് वहां पर समाप्त नहीं हुआ, रुका नहीं. ഞാൻ 14 വർഷം കഴിഞ്ഞ് വീണ്ടും ആമേൻ തിരിച്ച് ജെറുസലേമിലേക്ക് വന്നു. 14 साल के बाद में मैं पुनः यरूशलेम में आया. എന്താ അതിന്റെ അർത്ഥം? उसका अर्थ क्या है? 14 ദീർഘമായ 14 വർഷങ്ങൾ കഴിയുമ്പോഴും ഒരു അഭിഷിക്തൻ നിൽക്കുന്നത് വെളിപ്പാടിൽ തന്നെയാണ്. आप देखिए, 14 लंबे साल बीत गए, लेकिन एक अभिषिक्त व्यक्ति उस दर्शन पर ही टिका हुआ है. അപ്പോ കലക്കുന്നവരുണ്ട്, കള്ള സഹോദരന്മാരുണ്ട്, അടിമ നുഖങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും പൗലോസ് പറയുന്നു, ഇതൊന്നും കഴിഞ്ഞ 14 വർഷങ്ങളായിട്ടും എന്റെ ദർശനത്തെ തൊട്ടിട്ടില്ല. आप देखिए, वहां पर बिगाड़ने वाले लोग हैं, झूठे मित्र हैं, दासत्व के जुए में फंसाने वाली परिस्थितियां हैं, लेकिन पौलुस कह रहा है 14 साल हो गए, ये कोई भी बातें मेरे दर्शन को प्रभावित नहीं कर पाई. ഈ രാത്രിയിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞാലും മങ്ങലേൽക്കാത്ത ഒരു ദർശനത്തിന്റെ പകർച്ച? അവൻ പൗലോസ് പറഞ്ഞതുപോലെ 14 വർഷം കഴിയുമ്പോഴും അദ്ദേഹം പറയുന്നു, ഇപ്പോഴും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദർശനമനുസരിച്ച്, ഒരു വെളിപ്പാടനുസരിച്ചത്രേ. आज रात कितने लोग हैं जो चाहेंगे कि एक ऐसा दर्शन के युक्त एक यात्रा जहां पर आप विचलित न होने पाए, पौलुस के समान जो कह रहा है कि 14 साल हो गए, लेकिन जो दर्शन मैंने पाया है उस दर्शन में अडिगता के साथ में मैं बना हुआ हूं और आगे की ओर मैं यात्रा कर रहा हूं. അപ്പോ അടിമനുഖങ്ങൾക്ക് ആമേൻ സ്പർശിക്കാനാകാത്ത, സുവിശേഷത്തെ കലക്കുന്നവർക്ക് തൊടാനാകാത്ത, കള്ള സഹോദരന്മാർക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത, വർഷങ്ങൾ കഴിഞ്ഞാലും നിന്ന് ജ്വലിക്കുന്ന ഒരു വെളിപ്പാടിന്റെ പകർച്ച യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കാൻ കൽപ്പിക്കുന്നു. और प्रियो, दासत्व का जुआ जिस प्रकाशन को प्रभावित न कर सके, झूठे मित्रों का कार्य उसे बुझा नहीं सके, और अन्य सारी बातों के बीच में एक लंबे वर्षों तक उस प्रकाशन में बने रहने का एक स्तर आज रात पवित्र आत्मा लोगों के जीवन के ऊपर उस प्रकाशन के स्तर को सामर्थ्य के साथ में उंडेलना चाहता है. ഇന്ന് രാത്രി ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവരോട് പറയുന്നു, തുച്ഛമായ 1, 2, 3 വർഷം അവൻ തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്ത് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷന്റെ നടുവിൽ ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞാലും വെളിപ്പാടിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തെ നമ്മളിൽ പരിശുദ്ധാത്മാവ് കാണുന്നത് ഞാൻ പ്രസംഗിച്ചാൽ എത്ര പേർ ഇന്ന് രാത്രി അത് സ്വീകരിക്കാനായി ഒരുങ്ങും ഇതിനകത്ത്? और प्रियो, आज रात आत्मा में मैं कहना चाहूंगा, 1, 2, 3 साल बहुत उज्ज्वलित एक प्रज्वलित सेवा करने के बाद में बुझने के लिए नहीं, लेकिन लंबे सालों तक आत्मिक ज्वाला में, आत्मिक प्रज्वलन में, सेवा में आगे बढ़ने के लिए कितने लोग आज रात को अपने जीवन को समर्पित करेंगे? कितने लोग कहेंगे, हाँ प्रभु, मैं बढ़ना चाहूंगा, मैं आगे चलना चाहूंगा, उस सेवकाई में, उस प्रकाशन की गहराई में, स्थिरता के साथ में मैं बना रहना चाहूंगा. ഇത് നമ്മൾ പ്രാപിക്കുമ്പോഴാണ്. और प्रियो, जब हम इस बात को पाते हैं, ഇത് നമ്മൾ പ്രാപിക്കുമ്പോഴാണ് അടുത്ത തലമുറയുടെ മേൽ അതേ പകർച്ച നമുക്ക് ഇടാൻ കഴിയുന്നു. और प्रियो, जब हम उस स्तर को पाते हैं, तब ही अगली पीढ़ी पर उस आत्मिक आच्छादन को हम पहुंचा पाते हैं.
ഇന്ന് രാത്രി നമ്മുടെ മേൽ ഇടുന്നത് നമുക്ക് വേണ്ടിയുള്ള പകർച്ചയല്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, എഴുന്നേൽക്കാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള പകർച്ചയുടെ പുതപ്പാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദാസന്മാരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്നത്. और प्रियो, आज रात को मैं कहना चाहूंगा, जो आत्मिक आच्छादन आपके ऊपर वो डालना चाहता है, वो केवल आप तक सीमित रहने वाला नहीं है, लेकिन आपके द्वारा एक पीढ़ी उठ खड़ा होना है, एक समूह उठ खड़ा होना है, जो परमेश्वर के लिए प्रज्वलित होना है, प्रभु के कार्यों को आगे बढ़ाना है. ദൈവദാസനെ, ദൈവദാസിയെ പരിശുദ്ധാത്മാവനോട് പറയുന്നു, നീ പുഴവക്കത്തിരിക്കുന്നതിന്റെ ഹൃദയം തുറക്കാൻ പോകുകയാണ്. और आज रात प्रभु का आत्मा कह रहा है, तू जहां बैठा है उस कगार पर बैठा है, कईयों के हृदयों को प्रभु खोलने जा रहा है. നീ പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസുമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. तू प्रार्थना में मल्ल युद्ध करने वाले इपफ्रास जैसे लोगों को खड़ा करने जा रहा है. തുല്യ ചിത്തന്മാരായ തിമോത്തിയോസുമാരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. तेरे समान मानसिकता रखने वाले तिमोथियोस जैसे युवाओं को तू खड़ा करने जा रहा है. ഇതിനകത്ത് പങ്കെടുക്കുന്ന പലരും യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾ അതിശക്തമായ ശുശ്രൂഷകൾക്ക് ഈ ദിവസങ്ങളിൽ ആമേൻ അതിനാവശ്യമായ താക്കോലുകൾ നിങ്ങൾ പ്രാപിക്കുകയും ചില ദേശങ്ങളെ നിങ്ങൾ തുറക്കാൻ പോവുകയും ചെയ്യുന്നു. आज रात आत्मा में मैं कहना चाहूंगा, परमेश्वर का आत्मा कई आत्मिक कुंजियों को आपको देने जा रहा है और कई राज्यों के द्वार को आप विश्वास से खोलने जा रहे हैं. വരണ്ടുടങ്ങി എന്ന് പറയുന്ന വിധി എഴുതിയിരിക്കുന്ന ദേശങ്ങളുടെ നടുവിൽ ആമേൻ നീ പുതിയ ചില കൊടികൾ ഉയർത്തുന്നവനായി തീരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. आज रात पवित्र आत्मा आपसे व्यक्तिगत रीति से बातचीत कर रहा है. हर तरफ सूखापन होगा, हर तरफ उजाड़पन होगा, लेकिन परमेश्वर का आत्मा कह रहा है, ऐसे स्थानों में परमेश्वर की बुलाहट को स्थापित करने के लिए पवित्र आत्मा आपको खड़ा कर रहा है. ഇന്ന് രാത്രി അങ്ങനെ ഒരു പകർച്ച ഇതിനകത്ത് സംഭവിക്കുന്ന ദൈവദാസന്മാരെ, आज रात उस तरह का कुंडेला जाना आज रात को यहाँ पर हो रहा है. അങ്ങനെ ഒരു അഭിഷേകം ഇതിനകത്ത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന उस ദൈവദാസന്മാരെ, तरह का अभिषेक आज रात को प्रकट हो रहा है. നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. आपके घरों में, आपके कमरों में वो हो रहा है. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ ആ തൈലത്തെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ. पवित्र आत्मा उस बात को आपके ऊपर उंडेल रहा है. ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നു. एक पीढ़ी खड़ी हो रही है. ആ തലമുറയെ പിടിച്ചെടുക്കാനുള്ള പുതപ്പ് ഇന്ന് പകൽ ഒരു മുൻ തലമുറയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വീഴുകയാണ്. और उस नई पीढ़ी को खड़ा करने के लिए परमेश्वर का आत्मा वर्तमान पीढ़ी के ऊपर आत्मा की एक चादर को आज रात को उंडेल रहा है. ഹല്ലേലൂയ. हालेलुया. അങ്ങനെ ഒരു പകർച്ച, അതാണ് പൗലോസ് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള ദർശനം, ആത്മധൈര്യം, വെളിപ്പാട്, വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാട്, അതിലേക്ക് പരിശുദ്ധാത്മാവിനെ നിർത്തിയത് കൊണ്ട്. നോക്കൂ, എനിക്ക് ദമസ്കസ്, എനിക്ക് അറേബ്യൻ മരുഭൂമി, എനിക്ക് സിറിയ, കിലിക്കിയ, എനിക്ക് വീണ്ടും ജെറുസലേം, ഇങ്ങനെ ശക്തിപ്രാപനത്തിന്റെയും വെളിപ്പാടുകളുടെയും പ്രാർത്ഥനാനുഭവത്തിന്റെയും സാക്ഷ്യ ജീവിതത്തിന്റെയും അനുഭവങ്ങൾ എന്നിൽ സ്ഥിരമായി പരിശുദ്ധാത്മാവ് കത്തിച്ചത് കൊണ്ട് ഞാൻ നല്ലതുപോലെ യുദ്ധം ചെയ്യുന്നു. आप देखिए, पौलुस कह रहा है कि वर्तमान बुरे संसार में से मुझे छुड़ाने के लिए उसके व्यक्तिगत जीवन के अंदर अलग अलग अनुभवों के द्वारा, उसकी बुलाहट के द्वारा, प्रभु के द्वारा प्रदान किए गए प्रकाशनों के द्वारा उसने अपने व्यक्तिगत जीवन के अंदर इस बात को अनुभव किया कि दासत्व का जुआ हो, झूठे मनुष्यों की चाल हो, अन्य बातें हैं, उन किसी भी बातों में बिना उलझे हुए वो आगे की ओर बढ़ता चला गया. और हम देखते दमिश्क के अंदर जो प्रभु की मुलाकात उसके जीवन के अंदर हुई, और उसके बाद में अरेबिया के मरुभूमि के अंदर प्रभु के प्रकाशनों को उसने पाया. सीरिया में वह गवाही को बोलता गया, यरूशलेम में वह बातों को स्थिर करता गया, एक पीढ़ी को तैयार करता हुआ अडिगता के साथ में प्रज्वलित होते हुए सेवा में वो आगे की ओर बढ़ता चला गया. ഹല്ലേലൂയ. खरा बारा ഞാൻ വ്യക്തിപരമായി ആലോചന പറയണ്ടെന്ന്
അവൻ ഇങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും എനിക്ക് ഒരാളോട് ദൂത് പറയാതെ അവൻ ദൈവാത്മാവ് എന്നെ വിടാത്തത് കൊണ്ട് ഈ ഷാജി എന്ന് പറയുന്ന ഷാജി കുറ്റിക്കണ്ടത്തിൽ ആമേൻ നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ വിളിയുടെ തിളക്കത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാതെ നിൽക്കുന്ന ഒരു മേഖലയെ പൊളിച്ചെഴുതുന്ന ഒരു ദൈവിക ഇടപെടൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം നിങ്ങളുടെ മേൽ സംഭവിക്കുമെന്ന് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. और प्रभुदास भाई शाह जी से प्रभु का आत्मा कहता है, आपके जीवन में प्रभु की एक बुलाहट पड़ी हुई है और उस बुलाहट के अंदर पूर्णता के साथ में और बहुत ही कम समय के अंदर पवित्र आत्मा आपको खड़ा करने जा रहा है. നിങ്ങളുടെ അരക്കച്ചകൾ മുറുക്കി കെട്ടിക്കുന്ന ഒരു ആത്മീക ഇടപെടൽ ഈ ദിവസങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ അതിനായി തയ്യാറായിക്കൊള്ളാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. और पवित्र आत्मा कह रहा है, आप अपनी कमर को कस लीजिए एक आत्मिक युद्ध के लिए, आत्मिक अगले स्तर में कदम रखने के लिए. നിങ്ങളുടെ വിളിയിലേക്ക്, നിങ്ങളുടെ വിളിയുടെ തിളക്കത്തിലേക്ക്, നിങ്ങളുടെ വിളിയുടെ ജ്വലനത്തിലേക്ക്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയുടെ ആഴത്തിലേക്ക് തിരിയാൻ സമ്മതിക്കാതെ നിൽക്കുന്ന കാർമേഘങ്ങളെ അടർത്തി മാറ്റുന്ന ദൈവത്തിന്റെ കാറ്റുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. നിങ്ങൾ റെഡിയാകാൻ പരിശുദ്ധാത്മാ പറയും. वो आत्मा कह रहा है कि आप तैयार हो जाए. आपके जीवन में प्रभु की ओर से जो बुलाहट है, उस बुलाहट में, उस दिशा में आगे बहने के लिए पवित्र आत्मा अपनी हवाओं को बहाने जा रहा है. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഇന്ന് രാത്രി എത്ര പേർ ഇതിനകത്ത് ദൈവകരങ്ങളിലേക്ക് ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കും? आज रात कितने लोग एक और बार अपने जीवन को संपूर्ण रीति से प्रभु के हाथ में सौंपने का मन रखते हैं? വലിയ ഇടപെടലുകൾ, एक बड़ी मुलाकात, വലിയ കാഴ്ചപ്പാടുകൾ, एक बड़ा दर्शन. ജസ്റ്റിൻ ബെഞ്ചമിൻ, നിന്റെ മേലൊരു പ്രവാചക നിയോഗം അതിശക്തമായി കിടക്കുന്നത് പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്നു. और प्रभुदास डॉक्टर जस्टिन बेंजामिन, आपके ऊपर एक भविष्यद्वक्ता का अभिषेक पड़ा हुआ है, ऐसा प्रभु बता रहा है. നിന്റെ മേൽ അതിശക്തമായ പ്രാർത്ഥനയുടെ പകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. आपके ऊपर प्रार्थना का गुंडेरा जाना हो रहा है. നീ നാളുകൾ കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളുടെ മറുപടിയുമായി ദൈവികമായ ഇടപെടലുകൾ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. और कई सालों से कई सवालों को तू कर रहा है, उनका उत्तर प्रभु तेरे ऊपर देने जा रहा है. 4 തരത്തിലുള്ള താലന്തുകൾ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പകർച്ച യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. 4 स्तर की बातों को एक साथ करने का अभिषेक प्रभु आपके ऊपर डाल रहा है. ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. आज रात हम अपने आप को प्रभु के हाथ में എന്നോട് ചേർന്ന് അല്പനേരം കർത്താവിനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ദീർഘമായ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു വലിയ ജനറേഷനെ എഴുന്നേൽപ്പിക്കുമാറ് ഇന്ന് പകൽ അതിശക്തമായ ദർശനത്തിന്റെ പകർച്ചകൾ, ധൈര്യത്തിന്റെ പകർച്ചകൾ, കാഴ്ചപ്പാടുകളുടെ പകർച്ചകൾ, വിട്ടുവീഴ്ച ഇല്ലാതെ നിൽക്കുന്ന പകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടത്തിനകത്ത് സംഭവിക്കട്ടെ. आज रात लंबे दृष्टिकोण के साथ में, बगैर समझौता किए हुए, बगैर भटके हुए, स्थिरता के साथ में, विश्वास के साथ में बने रहने वाला एक आत्मिक आच्छादन लोगों के ऊपर अभी उतर आने पर അഭിഷിക്തന്മാർ ആത്മധൈര്യമുള്ളവരായി എഴുന്നേൽക്കട്ടെ. अभिषिक्त लोग आत्मिक धीरज के साथ उठ खड़े होने पर അഭിഷിക്തന്മാരുടെ മേൽ പുത്തൻ ദർശനം വീഴട്ടെ. अभिषिक्तों के ऊपर एक नया दर्शन का चादर आने पर, അഭിഷിക്തന്മാരുടെ മേൽ പുത്തൻ കാഴ്ചപ്പാട് വീഴട്ടെ. एक नया दृष्टिकोण आने पर, ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാത്ത ആത്മധൈര്യം യേശുവിന്റെ നാമത്തിൽ അഭിഷിക്ത വൃന്ദത്തിന് മേൽ വീഴട്ടെ. प्रभु जी एक बड़ी हिम्मत हर एक के ऊपर आने पर, एक हिम्मत जो कहेगी हम समझौता नहीं करेंगे. അങ്ങനെയുള്ള കൂട്ടായ്മകൾ യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. ऐसे समूह यीशु मसीह के नाम में इस देश में बढ़ने पर, അതിശക്തമായ പകർച്ചകളുടെ മീറ്റിംഗുകൾ യേശുവിന്റെ നാമത്തിൽ പെരുകട്ടെ. और सामर्थी आत्मा के उंडे ले जाने की सभाएं इस देश में आयोजित की जाने पर, കാമ്പുള്ള തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന പ്രത്യേക ഇടപെടലുകൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. और सामर्थी अभिषिक्तों को खड़ा करने वाली मुलाकातें यीशु मसीह के नाम में प्रकट होने पर,
ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. प्रभु जब आशीष बोल के प्रार्थना करते हैं, വിടുതൽ അയച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. आपने छुटकारा भेज दिया, उसके लिए धन्यवाद. യേശുവിൻ നാമത്തിൽ ആമേൻ. यीशु के नाम में मांगते हैं, आमीन. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഫിലിപ്പാസ് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചാട്ടെ. സന്തോഷ് മാസ്റ്ററെ, നന്ദി.